നമ്മൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് വിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി അയക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എഴുതിയാൻ ഒരുപാട് സമയം എടുക്കും. ഇപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണ് സുഖമാണെന്നൊക്കെ എഴുതണമെങ്കിൽ കുറേ സമയം എടുക്കും. എന്നാൽ അതിന് പകരമായിട്ടാണ് നമ്മൾ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്നത്. വോയിസ് ടൈപ്പിംഗ് ജസ്റ്റ് ഈ മൈക്ക് ഞെക്കി പിടിക്കുക, എന്തൊക്കെയാണ് സുഖമാണോ ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എഴുതി കഴിഞ്ഞ്. മുമ്പത്തെ പോലല്ല, ഇപ്പോൾ വോയിസ് ടൈപ്പിംഗ് വളരെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അധികം അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് മലയാളത്തിലൊക്കെ എഴുതാനാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വോയിസ് ടൈപ്പിംഗ് ആക്സസ് ചെയ്ത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ കീബോർഡ് കേട്ടോ, ഗൂഗിളിൻ്റെ Gboardാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിളിൻ്റെ Gboardൽ മേലെ തന്നെ സെറ്റിങ്സ് ഉണ്ടാവും. ഈ സെറ്റിങ്സ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മൈക്കിൻ്റെ ഐക്കൺ ഇല്ലേ, ഇതാ ഈ സെറ്റിങ്സിൻ്റെ നേരെയുള്ള ഈ ഐക്കൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സംസാരിച്ചാൽ മതി. നമ്മൾ സംസാരിക്കുന്നത് ടെക്സ്റ്റായിട്ട് വരും. എന്നാൽ അതില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കല്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. സെറ്റിങ്സിലേക്ക് പോയാൽ ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയാൽ ഈ മൈക്കിൻ്റെ ഐക്കൺ ഇവിടെ വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് മലയാളമാണെങ്കിൽ മൈക്ക് ഞെക്കിയിട്ട് സംസാരിക്കുന്ന നേരം മലയാളം വരും. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മൈക്ക് ഞെക്കി സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. അതായത് മലയാളം നമുക്ക് എഴുതി കിട്ടണമെങ്കിൽ മലയാളം കീബോർഡ് ആക്കണം, എന്നാൽ മാത്രമാണ് മലയാളം കിട്ടും. ഇനിയിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന Gboard ഒന്നുമല്ലല്ലോ, മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ കീബോർഡിലൊന്നും കാണിച്ചു തരാൻ എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ മംഗ്ലീഷ് കീബോർഡിൽ എവിടെയുള്ളതെന്നൊന്ന് കാണിച്ചു തരാം. ഇതവിടെ വെക്കട്ടെ, വേറൊരു ഫോൺ എടുക്കട്ടെ. എൻ്റെ ഒറ്റ ഫോണിലും മംഗ്ലീഷ് കീബോർഡില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാ ഫോണിലും ഗൂഗിളിൻ്റെ Gboard. എന്താ വെച്ചാൽ ഉപയോഗിക്കാൻ സിമ്പിളായിട്ട് ഉപയോഗിക്കാനും എല്ലാ ഫീച്ചറുകളുള്ള കീബോർഡ് അതായതുകൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ കീബോർഡ് എടുത്തിട്ട് ഇവിടെ മൈക്കിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്നും കാണാം, മാന്നും കാണാം. എന്നുള്ളതിൽ ഇംഗ്ലീഷും അത് മാറ്റിയിട്ട് മാന്നാക്കിയാൽ മലയാളം. ഇത് രണ്ടും നമുക്ക് മാറ്റി ഉപയോഗിക്കാം. എന്നുള്ളിടത്തിലേക്ക് മലയാളം എന്നുള്ളിടത്തിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിൽ വരും. ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഹലോ, എന്തൊക്കെയാണ് സുഖമാണോ? മേലെ കണ്ടോ, ഞാൻ പറഞ്ഞ പാട് എഴുതി വന്ന്. ഇതുപോലെ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്നവർക്കും വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാനാവും കേട്ടോ. നമുക്ക് ഒരുപാട് സമയം ലാഭമാണ്, കുത്തിരിഞ്ഞിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഒരുപാട് ഉപകാരമുള്ള സംഭവമാണ് ഈ വോയിസ് ടൈപ്പിംഗ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്, ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.